ഇന്നത്തെ ഏറ്റവും പുതിയ റെട്രോ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. സൂര്യ നായകനാക്കി കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്ത സൂര്യയും ജ്യോതികയും ചേർന്ന് നിർമ്മിച്ച ഏറ്റവും പുതിയതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് മാസ് ക്ലാസ് ആക്ഷൻ എന്റർടൈനർ സിനിമയാണല്ലോ റെട്രോ. സിനിമയുടെ 3-ാം ദിവസത്തെ കേരള ട്രാക്കിംഗ്, കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ ദിവസം 2,51,00,000, 2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ 3,11,00,000 കേരള ഗ്രോസ് നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്ന് ശനിയാഴ്ചയായിട്ട് പോലും ഇന്നലത്തേക്കാൾ കളക്ഷൻ ഇടിവാണ് ട്രാക്കിങ്ങിൽ വന്നിരിക്കുന്നത്. ഇന്നലെ ഇതേ സമയം 30 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 23 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 45 ലക്ഷത്തിലധികം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ആകെ കേരള ഗ്രോസ് അങ്ങനെ ഇന്നത്തോടെ 3,50,00,000 കടക്കുന്നതാണ്. ഇനി തമിഴ്നാട് വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ 2 ദിവസങ്ങൾ കൊണ്ട് 22 കോടി കളക്ഷൻ പിന്നിട്ട സിനിമ ഇന്നത്തോടെ 30 കോടി തമിഴ്നാട് ഗ്രോസ് കളക്ഷൻ എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 2 ദിവസങ്ങൾ കൊണ്ട് 50 കോടി രൂപ വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് എത്തപ്പെടാനാവാതെ പോയ സിനിമ കൂടിയാണ് സൂര്യ ചിത്രം റെട്രോ. ട്രാക്കേഴ്സ് കണക്കിൽ പലവിധ കണക്കിൽ 46-48 കോടി റേഞ്ചിലാണ് സിനിമയുടെ ആദ്യ 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ്. ആ കളക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തോടെ സിനിമ 50 കോടി കളക്ഷൻ കടക്കും, 60 കോടി കളക്ഷൻ ടച്ച് ചെയ്യുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ 3 ദിവസത്തെ റെട്രോ വേൾഡ് വൈഡ് ഗ്രോസ് 60 കോടിയിലേക്ക് എത്തപ്പെടുന്നു. നേരത്തൊരു ഘട്ടത്തിലെല്ലാം തന്നെ ആദ്യ വീക്കെൻഡ് കളക്ഷൻ കൊണ്ട് 100 കോടിയെല്ലാം തന്നെ സിനിമ കളക്ഷൻ കടക്കുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ നാളത്തെ കളക്ഷൻ കൂട്ടിയാലും 100 കോടിയിലേക്ക് നിലവിലെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ എത്തപ്പെടാൻ സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. കാത്തിരിക്കും കൂടുതൽ റെട്രോ കളക്ഷനായിട്ട്.